ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. ചെറുപുഴ പഞ്ചായത്തിൽ കുണിയങ്കല്ലിൽ ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ മിക്ക കർഷകരുടെയും കൃഷിയിടങ്ങൾ പാടെ തകർന്നു. MS പ്രസാദ്, പാലക്കാമറ്റത്തിൽ ഗോപാലകൃഷ്ണൻ, മാത്യു തടത്തിൽ, കുഞ്ഞിരാമൻ കുത്തൂർ, മനോഹരൻ പാലക്കാമറ്റത്തിൽ, ജോയ് തോമസ് കാവാലം, ജെയ്സൺ കുന്നത്ത് പറമ്പിൽ, ജോസഫ് MV, ബാലകൃഷ്ണൻ പടിവിള തുടങ്ങിയ കർഷകരുടെ കൃഷിയിടങ്ങളാണ് അപ്രതീക്ഷിതമായി വന്ന ചുഴലിക്കാറ്റെടുത്തത്. ജെയ്സന്റെ 5 ഏക്കർ കൃഷിയിടത്തിൽ ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്ന് നാശനഷ്ടം സംഭവിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ചെറുപുഴ കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സുരേഷ് കുറ്റൂർ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 4ഓളം ചുഴലിക്കാറ്റുകളാണ് പഞ്ചായത്തിൽ നാശം വിതച്ചത്. വിഷുദിനത്തിൽ സംഭവിച്ച കൃഷിനാശത്തിന് അപേക്ഷിച്ചവരുടെ കൃഷിയുടെ സന്ദർശനം തന്നെ ഇതിനകം പരിശോധിച്ച് തീർന്നിട്ടില്ലെന്നും ഓരോ പ്രകൃതിക്ഷോഭത്തിലും നൂറുകണക്കിന് കർഷകരാണ് ഇരയാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുണിയങ്കല്ലിലെ കർഷകർക്ക് ഇന്നലെ വീശിയ ചുഴലിക്കാറ്റ് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൃഷിനാശം സംഭവിച്ച കുണിയങ്കല്ലിലെ കുത്തൂർ ഭാസ്കരന്റെ കൃഷിയിടം കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ സന്ദർശിച്ചു. ഇത്രയും വർഷമായിട്ട് ഒരു വീഴാത്തൊരു മരമായിരുന്നു. കുറെ കാറ്റിനെ അതിജീവിച്ച ഏകദേശം ഒരു 4-4:30-5 മണിയായി. മുകളിൽ താഴോട്ട് പിന്നെ അടിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് സമയത്തേനും ഒന്നും പറ്റൂല, ഒന്നും പറയാൻ വരെ പറ്റില്ല. കൃഷി ഒരുപാട് നശിച്ചിട്ടുണ്ട്. കൃഷി ഒരു താഴൊരു ഇപ്പം പോയി നോക്കിയിട്ട് വന്നുള്ളൂ. അവിടെ ഒരു 10-15 നമ്പർ, പിന്നെ കുറെ ജാതി, കുറെ കവുങ്ങെന്ന് പറയാൻ ഒരു 10-28 കവുങ്ങുണ്ട്. പിന്നെ ഇവിടെ തന്നെയുണ്ട് കുറെ 10-28-10-5 കവുങ്ങ്. ഇതിങ്ങനെ ഈ ചുറ്റളവിലാന്ന് തോന്നുന്നത്. ഈ ചുറ്റളവ് മാത്രം താവോട്ട് കാര്യമായിട്ട് ഇല്ലായിരുന്നു, മറ്റേ അങ്ങോട്ടും ഇല്ലായിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ മൊത്തം അടിച്ചു വന്നു. കുണിയങ്കല്ല് ഭാഗം. കുണിയങ്കല്ല് പെരേരമുള്ള ഓടുന്ന ഒരു കവുങ്ങുണ്ട്. ഒരു 10-25 രാവിലെ ഓട് മാറ്റി വെച്ചു. അതല്ലേ, നല്ല നാശനഷ്ടം ഉണ്ടാവും. നല്ല നാശനഷ്ടമുണ്ട്. ഒരുപാട് ജാതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ 2-3 ജാതി ഉണ്ട്. ആ ജാതിയിലും ഭയങ്കര കുരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇതാണ്ട് ഈ ജാതി നിൽക്കുന്ന പോലെ കുരു. അത് കംപ്ലീറ്റ് വെയിറ്റ് കൊണ്ട് പോയതാണ്. കൃഷിക്ക് ഒരു അപേക്ഷ അതിന്റെ അക്ഷയിന്നാ കൊടുക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ ഒന്ന് കിട്ടും. കവുങ്ങ്, റബ്ബർ, പിന്നെ ജാതി, പിന്നെ ഓട് അതൊന്നും പിന്നെ കിട്ടുമോ? അത് പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസിലൊന്ന് അപേക്ഷ കൊടുത്തു നോക്കും. ജാതി കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കായ്ച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ കാണാം, ഇവിടെ തന്നെ കാണാം. വൈകിട്ടുണ്ടായ മഴയില് പെട്ടെന്ന് വന്ന മഴയാണ്. ആ മഴയില് കാറ്റടിച്ചിട്ട് പോസ്റ്റുകൾ ഒരു 12-13 പോസ്റ്റുകൾ വീണിട്ടുണ്ട്. അപ്പോൾ ഒരു പയ്യനെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഫ്യൂസൊക്കെ ഒരു മാറ്റി നടന്നു നോക്കുമ്പോഴാണ് 13 പോസ്റ്റ് പോയേക്കുന്നത് കണ്ടത്. ഒറ്റ മരം വീണതാണ്. പിന്നെ ഇവിടെ എടുത്തുണ്ടായ ഒരു വെയിറ്റിംഗ് ഷെഡ്, അതടിച്ച് നേരെ താഴത്തേക്ക് എടുത്ത് പൊക്കി മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കൃഷിനാശം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പട്ടത്തോയിൽ ഭാഗത്തൊക്കെ കുറേ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഇതൊരുമാതിരി ചുഴലിക്കാറ്റ് പോലത്തെ. ചുഴലിക്കാറ്റ് പോലെ ഇവിടുന്ന് കാറ്റിങ്ങനെ കറങ്ങി അടിച്ച് ഇതിലേ ഇങ്ങനെ ഇറങ്ങി വീണ്ടും ഇതിലേക്കൂടെ വട്ടം കറങ്ങി, അങ്ങനെ ഒറ്റ കറക്കം. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ കറങ്ങിയ തീരും, മൊത്തം സാധനം പോയതേ. റോഡിലേക്ക് പിന്നെ ഈ താവോട്ട് 4 പൊട്ടിയിട്ടുണ്ട്. ആടുന്ന് അങ്ങോട്ട് 17 പൊട്ടി. ആടുന്നങ്ങോട്ട് പോയിട്ട് ടവറിൽ പോയിട്ട് അവരെ വിളിച്ച് ഞങ്ങൾ വിളിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞാൽ അവിടെ ടവറിൽ 17 അവിടുന്ന് അവര് റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതല്ലേ, അപ്പൊ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുള്ളൂ. ശരിയാണ്. നിങ്ങളത് അവിടെ അടിച്ചാൽ ഫുള്ളായി. ഈ റോഡിന് താഴത്തെ റോഡ്. എന്നാ ഇതിന്റെ ഇടയ്ക്ക് വേറെ സ്ഥലം ഉണ്ട്, അതിനെ കാറ്റ് കയറിയിട്ടില്ല. ഇങ്ങനെ ഒരു ചാലിലെ കൂടി കൊണ്ടുവന്നു. വീടിന്റെ തൊട്ട് താഴെയുള്ളൊരു സ്ഥലമാണ്. ഒരു 4 ഏക്കർ സ്ഥലമുണ്ട്. ജെയ്സൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അയർലൻഡിലാണ്. ഇവിടെ പിന്നെ പണിക്കാരൊക്കെയാണ് നോക്കുന്നത്. ആ 4 ഏക്കർ സ്ഥലം ഇനി പുതിയതായിട്ട് കൃഷി ചെയ്യണം. വേറെ ഒരു സംഗതി ഇനി അവിടെ നടക്കില്ല. ഇനി പണ്ടേ ഒഴവ് കൊത്തി തീയിട്ട് കത്തിച്ച് ഉണ്ടാക്കുന്ന പോലെ ചെയ്യണം. ഫുള്ള് മരങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാ സാധനവും. വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശിരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ. മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്രത്തിളക്കത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം, ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യം, മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ.
എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന് സമീപം പെരിങ്ങോം. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന് സമീപം പെരിങ്ങോം.